ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് മലയാളികൾക്കേറെ സുപരിചിതനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട VT ബൽറാമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും. ഹലോ മലയാളത്തിലേക്ക്. ബൽറാമേട്ട, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. താങ്ക് യു, ഹാപ്പി വിഷു ടു ഓൾ ദി വ്യൂവേഴ്സ്. വളരെ സന്തോഷം. ഓക്കെ, ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇങ്ങനെ വിഷു ദിനത്തിൽ, അംബേദ്കർ ജയന്തി ദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരാനും കാണാനും ഒക്കെ സാധിച്ചതിൽ. തീർച്ചയായും തീർച്ചയായും. ചേട്ടാ, നമുക്ക് ആദ്യം ഇന്ന് വിഷുദിനമാണ്. കണി കണ്ടോ? വിഷു ദിവസം അതിൽ തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും എല്ലാ വർഷവും വിഷുവിന് കണി വെക്കാറുണ്ട്. ഇത്തവണയും രാവിലെ എഴുന്നേറ്റ് കണി കണ്ടു. ഞാൻ, വൈഫ്, അവരുടെ പാരന്റ്സ്, അതോടൊപ്പം മക്കളെല്ലാവരും ചേർന്ന് കണി കണ്ടു. അതോടൊപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് ഞാൻ പിന്നെ കുറച്ചു നേരം കൊണ്ട് കിടന്നുറങ്ങി. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഈ പണ്ട് നമ്മള് ക്ലീഷേ ചോദ്യമാണ്, എങ്കിലും പണ്ടത്തെ ഒരു വിഷുവും ഇപ്പോഴത്തെ വിഷു തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം വീട്ടിലുണ്ടോ ഇപ്പോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്റെ വീട്, ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എന്റെ തറവാട് വീട്ടിലാണ്. കുറച്ച് റെനോവേഷൻ ചെയ്തു എന്നുള്ളൂ. അപ്പം ഇവിടെയായിരുന്നു അമ്മയും അച്ഛനും ഞങ്ങള് ബ്രദേഴ്സ് എല്ലാം കൂടി നേരത്തെ ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 6 ബ്രദേഴ്സാണ്. എല്ലാവരും വിഷുദിനത്തിലും അതുപോലത്തെ ഓണത്തിന്റെ ദിവസത്തിലൊക്കെയാണ് അങ്ങനെ ഒന്നിച്ചു ചേരാറുള്ളത്, അച്ഛനും അമ്മയും ഉള്ള കാലത്ത്. അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അച്ഛനും അമ്മയും ഇപ്പം ഇല്ല. അപ്പം അവരെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണി ഒരുക്കലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിഷുവിന് ചെയ്യാറുള്ളത്. ഓണത്തിനും അങ്ങനെ തന്നെ. അപ്പം അതിന്റെ ഒരു ഇതുണ്ട് ഇപ്പം. പക്ഷെ എന്റെ വൈഫിന്റെ പാരന്റ്സ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം അവരാണ് ഇപ്പം അത് മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വലിയ തിരക്കുള്ള സമയമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. അവർക്ക് ഈ 24 മണിക്കൂർ തികയാത്തൊരു വിഭാഗക്കാർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ ആഘോഷങ്ങൾക്കൊക്കെ പണ്ടത്തെ അത്രയും നിറം കിട്ടാറുണ്ടോ ഇപ്പോ? ആഘോഷം പരമാവധി മിസ് ചെയ്യാറില്ല. അതിപ്പം അതിന് ഇടയിൽ സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് തന്നെ വിഷു മാത്രമല്ലല്ലോ, അംബേദ്കർ ജയന്തി കൂടിയാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 2 പരിപാടികളുണ്ട്. തൃത്താല ഞാൻ നാട്ടിൽ തന്നെ 2 പരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. പിന്നെ രാത്രിയാവും തിരിച്ചു വരാൻ. അപ്പം ആ നിലയിൽ ഇന്നത്തെ ദിവസവും നമ്മുടെ സ്ഥിരം പ്രവർത്തനങ്ങളുമായിട്ട് ബിസിയാണ്. പക്ഷെ അതിന്റെ ഇടയിലും കൂട്ടത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പതിവ്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ഇത് എങ്ങനെയാണ് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളത്? അതിൽ ഏറ്റവും ഒടുവിലത്തെ എടുത്ത് പറയാനുള്ളത് SFIO അന്വേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കൊതുകിന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്ക് ഫേസ്ബുക്കിൽ സത്യം പറഞ്ഞാൽ ഒരു ടോളറൻസ് ലെവൽ ആളുകളുടെ വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇതുപോലെ ട്രോളുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ കേസിൽ നിങ്ങൾക്ക് അറിയാലോ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ചിലർ ദാഹിക്കുന്നു എന്നൊക്കെ നിലയിലുള്ള അതിഭാവുത്വം കലർന്ന ചില അവകാശവാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ അങ്ങനെയല്ല അതിന് മറുപടി പറയേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം അദ്ദേഹം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പലതിനും ഉത്തരം പറഞ്ഞില്ല ആ പത്രസമ്മേളനത്തിൽ. അപ്പൊ അത് ഇങ്ങനെ വൈകാരികതയിലേക്ക് വഴിമാറ്റുന്ന ഒരു തന്ത്രം അദ്ദേഹം അത് ഉപയോഗിച്ചപ്പോൾ അതിനെ ഒന്ന് ട്രോൾ ചെയ്യണം തന്നെ തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഭയങ്കര ഇതാണ്, റെസിസ്റ്റൻസ് ആണ്. വലിയ രീതിയിൽ ആളുകൾ അങ്ങ്, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഭാഷ പറയുകയാണെങ്കിൽ കുരു പൊട്ടി അവരങ്ങ് ആയിട്ടുണ്ട് എന്റെയൊക്കെ പോസ്റ്റുകളിൽ. പക്ഷെ ഇപ്പം ആളുകളുടെ ആ ടോളറൻസ് ലെവല് ചില ആളുകളെ ഒന്നും ഒരു തരത്തിലും വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള അങ്ങേറ്റത്തൊരു സങ്കുചിതത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്കത് മറ്റൊരു കാര്യം, മാധ്യമപ്രവർത്തകർ പോലും അത് നേരിടുന്നുണ്ടെന്നാണ്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വാർത്ത വന്നിട്ട് പക്ഷം പിടിക്കാത്ത രീതിയിൽ സംസാരിച്ചാൽ പോലും അത് പലരെയും പക്ഷം പിടിക്കുന്ന രീതിയിൽ മാപ്രകളാക്കാനും മറ്റ് രീതിയൊക്കെ ചുമത്തപ്പെടാനും ഒക്കെ സാധ്യതയുള്ള ഒരു വിഭാഗം കൂടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പത്രപ്രവർത്തകർ. അല്ല, അത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ആ നിലയിൽ ലിഞ്ചിങ്ങോ സോഷ്യൽ മീഡിയ ആക്രമണമോ മാത്രമല്ലല്ലോ. ഇപ്പൊ ആപ്ര പോലുള്ള ചില പേരൊക്കെ ഇട്ടുകൊണ്ടുള്ള അധിക്ഷേപം മാത്രമല്ലല്ലോ, വളരെ നേരിട്ടുള്ള ലീഗൽ അറ്റാക്ക് പോലും നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിനൊക്കെ സംഭവിച്ചത് അതല്ലേ. ഒരു വിഷയത്തിൽ പോക്സോ കേസൊക്കെ ചുമത്തി അവരെ ആ നിലയിൽ ആക്രമിക്കുന്നു. ഇപ്പം നമ്മുടെ സമരം, ഒരുപാട് സമരങ്ങൾ, ഒത്തിരി സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരം 2 മാസത്തോളം ആകുന്നു. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ റാങ്ക് ലിസ്റ്റിലെ കാലാവധി ഇനിയിപ്പോൾ 5-6 ദിവസമേ ഉള്ളൂ. അവർ ഇന്ന് വിഷുദിനത്തിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഈ സമരങ്ങളൊക്കെ നീണ്ടുപോകുന്നു. ഇതിലൊന്നും ഒരു സമവായവുമാകുന്നില്ല. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്, വലിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമായി നിൽക്കുന്നുണ്ട് എന്നതിനപ്പുറം ഈ സമരങ്ങളെയൊക്കെ ഒത്തുതീർപ്പാക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം
അത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം പറഞ്ഞ പല സമരങ്ങളും അത് ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ ഈ ഗവൺമെന്റിനെതിരെ നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങളല്ല. അതൊക്കെ ഈ സമൂഹത്തിലെ ഓരോ ജനവിഭാഗങ്ങൾ അവരുടെ നിവൃത്തികേട് കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ, ദുസ്സഹമായ ഒരു അവസ്ഥയിൽ അവരായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സമരങ്ങളാണ് പലതും. അപ്പൊ അതിനെ പിന്തുണയ്ക്കുക, ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും മറ്റെല്ലാ തരത്തിലും അതിന് പിന്തുണ നൽകുക, അതാണ് ജനങ്ങളുടെ ശബ്ദം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശബ്ദത്തെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ ദൗത്യം. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഞങ്ങളായിട്ട് ആരെയും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല, ഞങ്ങളായിട്ട് ആരെയും ആ നിലയിൽ സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല. ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റിന്റെ പലപ്പോഴുള്ള സമീപനം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പൊ ഈ ആശാവർക്കർമാരുടെ സമരമൊക്കെ തുടക്കം തൊട്ട് തന്നെ അതിനെ അധിക്ഷേപിക്കുകയായിരുന്നു. ഇപ്പം ആശാവർക്കർമാർ പറയുന്നത് എന്താ, മറ്റെല്ലാ മേഖലകളിലും നിശ്ചയിച്ചിരിക്കുന്നത് 700 രൂപയാണ് മിനിമം കൂലി. അവർക്ക് അതിന്റെ പകുതി പോലും യഥാർത്ഥത്തിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അത് LDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൊട്ട് മേലത്തെ പാരഗ്രാഫിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കത് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാദഗതികളാണ് ഉയർത്തപ്പെടുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പം അതിന് ഇടയിൽ ഗവൺമെന്റ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ചലഞ്ച് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഈഗോ പ്രശ്നമായിട്ട് അത് മാറുകയാണ്. അപ്പം കേരള ഗവൺമെന്റിന് കൂട്ടണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടണം എന്ന് പറയുന്ന ഒരു വാദഗതിയിൽ തുറക്കുമ്പോൾ തന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർക്ക് സ്വന്തം നിലയ്ക്ക് കൂട്ടാം, അതുവഴി കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽ കൂടുതൽ സമ്മർദ്ദം വരും, അവർക്കാണെങ്കിൽ രാജ്യം മുഴുവൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും ഇത് വർദ്ധിപ്പിക്കുമ്പോൾ അത് മാറും. ഇപ്പം കർണാടക പോലുള്ള സംസ്ഥാനവും അങ്ങനെ പല സംസ്ഥാനങ്ങളും അങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആണ് അതിന്റെ പരിഹാരം. പക്ഷെ ഒരു 1000 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു വാശിയാണ്. ഇപ്പം ഞാനൊക്കെ അതിന്റെ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 25,000 ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളത്. അവർക്ക് 1000 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ ഏതാണ്ട് ഒരു 2.5 കോടി മതി ഒരു മാസം. അപ്പൊ ഒരു 30 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം ഒരു 1000 രൂപ, ഒരു വർഷമല്ലേ അവർക്ക് ബാക്കിയുള്ളൂ, ഒരു 1000 രൂപ വർദ്ധിപ്പിക്കാൻ 30 കോടി രൂപ അഡീഷണൽ ആയിട്ട് നീക്കി വെച്ചാൽ മതി. അതിനുള്ള സംവിധാനമൊക്കെ കേരള സർക്കാരിനുണ്ടല്ലോ. 2 ലക്ഷം കോടിയുടെ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 50,000-ലേറെ കോടി രൂപ ഓരോ വർഷവും ലോൺ എടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ടൊരു 30 കോടി ഇവർക്ക് നീക്കി വെക്കാനില്ല എന്ന് പറയുമ്പോൾ അതൊരു മനോഭാവമാണ്. അത് ഞങ്ങൾ തുടങ്ങിയ സമരമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ സംഘടന മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സമരമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ഒരു കാരണവശാലും അതിന്റെ ഡിമാൻഡ്സിനോട് ഞങ്ങൾ ഇത് വിട്ടുവീഴ്ച ചെയ്യില്ല, അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകില്ല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഈഗോ ആണ് ഭരിക്കുന്ന ആളുകളെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇപ്പോ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ആശാ വർക്കർമാർ അവരെ ഈ കാശ് കൂട്ടേണ്ടത്, വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ്, കേന്ദ്ര പദ്ധതിയാണ്. പക്ഷേ ആശാ വർക്കർമാർ കേന്ദ്രത്തിനെതിരെ മാത്രം ഒന്നും പറയുന്നില്ല, സമരവുമായി മുന്നോട്ട് പോകുന്നില്ലെന്നാണ് പ്രധാന വാദം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര പദ്ധതിയാണെങ്കിൽ പോലും അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ആർക്കാണ്? കേന്ദ്രം നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു അനാവശ്യ പദ്ധതിയല്ലല്ലോ. UPA ഗവൺമെന്റ് സമയത്താണ് ഈ ആശാവർക്കർമാർ എന്നുള്ള പദ്ധതി വന്നത്. അന്ന് ശരിയാണ്, ഇതൊരു വോളണ്ടറി സർവീസ് എന്ന നിലയിലൊക്കെയാണ് ഇത് വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ വിഹിതം കുറഞ്ഞു വരുന്നത്. പക്ഷെ പിന്നീടാണ് അതിന്റെ ഒരു പ്രസക്തി ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. പ്രത്യേകിച്ചും കേരളം ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് നമ്മളെപ്പോഴും ഉയർത്തി കാണിക്കാറുള്ളത് നമ്മുടെ ആരോഗ്യ മേഖലയാണല്ലോ. അപ്പൊ ആ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറ്റവും നിർണായകമായ സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട്. അതിന്റെ പ്രയോജനം ലഭിക്കുന്ന കേരള സൊസൈറ്റിക്കാണ്. അപ്പോൾ അവരുടെ ഒരു ന്യായമായിട്ടുള്ള ആവശ്യം ഉയർന്നു വരുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, കേന്ദ്രം കൂട്ടിയാലേ ഞങ്ങൾ തൊടുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. കേന്ദ്രം കൂട്ടിയാൽ ഇവർ കൂട്ടാമെന്ന് ഇവരും പറയുന്നുണ്ടല്ലോ. അതൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് അല്ല എങ്കിൽ അവർക്ക് ആദ്യം കൂട്ടിയൊന്ന് മാതൃക കാണിക്കാമല്ലോ. ഒരു വർഷമല്ലേ ഉള്ളൂ, അതിന്റെ പേരിൽ ഇപ്പൊ കേരളം മുടിഞ്ഞു പോകുന്നില്ല. കേരളത്തിലെ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടുതലായിട്ടുണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ടോക്കൺ ആയിട്ടെങ്കിലും ഒരു 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ ഇവർ ബൽറാം, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോ ഇത് നമ്മുടെ ACC സമ്മേളനം കഴിഞ്ഞു, KPCC പുനഃസംഘടന വരുമെന്ന് കേൾക്കുന്നു. പാർട്ടി എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? പാർട്ടിയിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് ഇക്കുറി പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ACC സമ്മേളനം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ആ ACC സമ്മേളനത്തിന്റെ വെന്യൂ തന്നെ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPM-ന്റെ ഒക്കെ പാർട്ടി കോൺഗ്രസുകൾ നടക്കുന്ന നഗരങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 6-7 പാർട്ടി കോൺഗ്രസുകൾ നടന്നത് എനിക്ക് തോന്നുന്നത് ഈ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ്. ഇപ്പോഴും BJP നേരിട്ട് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് CPM-ന് ഒരു പാർട്ടി കോൺഗ്രസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ ഡൽഹിയിൽ UPA ഭരണകാലത്ത് ഡൽഹിയിൽ ഒരു പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാ പാർട്ടി കോൺഗ്രസുകളും അവർ നടത്തുന്നത് ഈ പറഞ്ഞ BJP ശക്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ്.
അവിടെയാണ് അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുകയും വളരെ ഭംഗിയായിട്ട് അത് നടത്തുകയും ചെയ്തത്. ആ സമ്മേളന വേദിക്ക് പേരിട്ടത് തന്നെ ന്യായ് പഥ് എന്നാണ്. കാരണം നീതിയിലേക്കുള്ള ഒരു പ്രയാണമാണ് രാഷ്ട്രീയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നീതി സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയായി, ഭരണഘടനാ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് സ്വയം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാനത് നോക്കിക്കാണുന്നത്. കാരണം ഇപ്പൊ ഇന്ന് അംബേദ്കർ ജയന്തി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ പറയുന്നതിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അംബേദ്കർ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നീതി സങ്കല്പങ്ങൾ, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ഇക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. ഈ 3 നീതി സങ്കല്പങ്ങളും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. പ്രത്യേകിച്ചും സാമൂഹ്യ നീതിയുടെ ആശയങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. അപ്പൊ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ഇലക്ഷൻ വർഷമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 1-2 ആഴ്ചകൾക്കകത്ത് തന്നെ, ചിലപ്പോൾ ഈ ആഴ്ച തന്നെ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം, ഉപതെരഞ്ഞെടുപ്പ്. അതിന്റെ തൊട്ട് പിന്നാലെ ത്രിതല പഞ്ചായത്തുകൾ തലത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നു. ആദ്യം വൈകാതെ അടുത്ത വർഷം ആദ്യത്തിൽ ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ ഒക്കെ ആയിട്ട് നിയമസഭ ഇലക്ഷൻ നടക്കും. അപ്പൊ ഒരു വർഷം പോലും ഇല്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള പുനഃസംഘടനയാണ് പാർട്ടിക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പാർട്ടി നേതൃത്വം ആ നിലയിലുള്ള ഒരു ഗൗരവമായിട്ടുള്ള ാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സമ്പൂർണ്ണമായിട്ടുള്ള പുനഃസംഘടന വേണോ അതോ ഏതെങ്കിലും തലങ്ങളിൽ മാത്രം മതിയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് അതിൻ്റെതായിട്ടുള്ള തീരുമാനം എടുക്കും. നിങ്ങൾ മാധ്യമങ്ങളാണ് ഒരു ഇക്കാര്യത്തിൽ ആയിട്ട് ഓരോ ആയിട്ട് ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുന്നത്. അത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച മുൻപായിട്ട് വീണ്ടും അതന്നെ വാർത്ത കൊടുക്കും. ശരി, വളരെയധികം സന്തോഷം ശ്രീ വിജയ് ബൽറാം നമുക്കൊപ്പം ഇന്ന് അതിഥിയായി വന്നതിന്. അങ്ങേക്ക് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. ഈ വർഷം അടിപൊളിയാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും, എല്ലാ മനുഷ്യർക്കും വളരെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളായി ആകട്ടെ വരാനിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. വിഷു ആശംസകൾ, അംബേദ്കർ ജയന്തി ആശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.